INTUC കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ INTUC സ്ഥാപക ദിനം ജന്മദിന കേക്ക് മുറിച്ചും പതാക ഉയർത്തിയും സമുചിതമായി ആചരിച്ചു. കായംകുളം റെയിൽവേ ജംഗ്ഷനിൽ കൂടിയ സ്ഥാപക ദിനാചരണം ജില്ലാ വൈസ് പ്രസിഡന്റ് S. രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. INTUC ആവിർഭവിക്കുന്ന 1946-ലാണ്. അതിനു മുൻപ് തന്നെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും അതേപോലെ തന്നെ അന്ന് SA ഡാങ്കെ തുടങ്ങിയ ജനാധിപത്യ വിശ്വാസികളായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരിക്കലും രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങൾക്ക് അതീതമായിരുന്നു ഇത്തരം കാര്യങ്ങൾ. തൊഴിലാളികൾ ഒരുമിച്ച് നിൽക്കണമെന്നുള്ളത് കൊണ്ട് അന്ന് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഡാങ്കയെ പോലെയുള്ള ആളുകളെ കൂടി ചേർത്തുകൊണ്ടാണ് അന്ന് AITUC ഉണ്ടാക്കിയത്. ആ AITUC എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സമ്പന്നരായ നേതാക്കന്മാർ ആണ് അതിൻ്റെ ഈ ഉദയം തുടങ്ങി വെച്ചത്. പക്ഷേ ഹാരിസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ പെട്ടെന്ന് തന്നെ അവർ ചെയ്യാറുള്ളവരുടെ ഈ എട്ടുകാലി മമ്മൂഞ്ഞനെ പോലെയാണല്ലോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള പ്രയത്നത്തിൻ്റെ ഫലം തങ്ങളുടേതാണെന്ന് ആക്കി തീർക്കാൻ വളരെ വൈഭവമുള്ളവരാണ്. അങ്ങനെ ഡാങ്കയും കൂട്ടരും കൂടി ചേർന്ന് ഇത് ഹൈജാക്ക് ചെയ്ത് AITUC കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയായി മാറ്റിക്കൊണ്ട് പോകുമ്പോൾ അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പോൾ AITUC എന്ന് പറയുന്നത് CPIയുടെ കയ്യിലാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് Y. ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PR ശശിധരൻ പതാക ഉയർത്തി. മുതിർന്ന തൊഴിലാളികളായ B. ലതൻ, ഹുസൈൻ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. നേതാക്കളായ ആമ്പക്കാട് സുരേഷ്, തണ്ടളത്ത് മുരളി, MG മോഹൻകുമാർ, വിജയൻ പനയഞ്ചേരി, ബിജു കണ്ണങ്കര, ഹാഷിർ പുത്തൻകണ്ടം, R. ഭദ്രൻ, AA റഷീദ്, ഹാഷിം സേഠ്, സന്തോഷ് വെളുത്തേടത്ത്, സിന്ധൂരവി, സീനത്ത്, സിനിമോൾ, അൻസർ ഹസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.